പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഞാൻ യൂറോപ്പിൽ സ്പെയിനിൽ വലൻഷ്യ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. ഞാൻ യൂറോപ്പിലാണ്. എല്ലാ ആഴ്ചയിലും ഇവിടെ ധ്യാനങ്ങളുണ്ട്. അടുത്തിടെ സ്ലൊവേനിയയിൽ 15,000 പേരുടെ ഒരു കൺവെൻഷൻ, അതിനുശേഷം 3,000 പേരുടേത് അത് ചെക്ക് റിപ്പബ്ലിക്കില്, അതിനുശേഷം പ്രാഗ്, നമുക്കറിയാം പ്രാഗിലെ ഉണ്ണീഷോ, അവിടെയും 1,500 പേരുടെ അത്രയും ദമ്പതികളുടെ ധ്യാനവും കഴിഞ്ഞു. ഞാൻ ആർച്ച് ബിഷപ്പിന്റെ അടുക്കൽ കൊണ്ടുപോയി. ഞാൻ എവിടെ പോയാലും ബിഷപ്പ്മാരുടെ പെർമിഷനോടുകൂടിയേ പോവുള്ളൂ ധ്യാനിപ്പിക്കാൻ. പലപ്പോഴും ബിഷപ്പ്മാർ ധ്യാനത്തിനൊന്നും വരാറില്ല, അവർക്ക് സമയമില്ല. ഹല്ലേലൂയ. എല്ലാത്തിനും സമയമുണ്ടെങ്കിലും വചനപ്രഘോഷത്തിന് ഒരു പ്രോത്സാഹനം കൊടുക്കാൻ സമയമില്ല. എങ്കിലും കഴിവതും അവരെ ഒന്ന് പോയി കണ്ട് ഒരു ആശീർവാദം ഞാൻ വാങ്ങിക്കും. കാരണം എനിക്കറിയാം തമ്പുരാന്റെ ആശീർവാദം അധികാരികളുടെ വരുന്നുവെന്ന്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തു. അങ്ങനെ ആർച്ച് ബിഷപ്പിന്റെ അവിടെ പോയി കാത്തിരിക്കുന്ന ഒരു 5 മിനിറ്റ്. പെട്ടെന്ന് അദ്ദേഹം മണ്ണിന്റെ കാൽക്കൽ വീണ് എന്റെ കാൽ രണ്ടും ചുംബിച്ചു. നിങ്ങൾക്കറിയാം, ഞാനങ്ങ് സ്തംഭിച്ചു പോയി. കാരണം ഒന്നാലും 2 കാലിലും മുറിഞ്ഞ് പഴുപ്പുമുണ്ട്, ചോരയുണ്ട്. ഞാൻ നിങ്ങൾക്കറിയാവുന്ന പോലെ ഷൂസോ അല്ലെങ്കിൽ എനിക്ക് സോക്സോ ഒന്നും ഇടത്തില്ല, കാലിലെ മുറിവ് കാരണം. അതിലോട്ട് മുത്തി അവിടെ ഒരു 2 മിനിറ്റ് കിടന്നു. അതിന് ഉടനെ പറഞ്ഞു കൈവച്ച് പ്രാർത്ഥിക്കണേ. ഞാൻ ഒരു ആശീർവാദം കൊടുത്തു. ഞാനങ്ങ് വിറയ്ക്കുകയായിരുന്നു. കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒന്ന്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അങ്ങയുടെ പാദങ്ങൾ എത്രയോ പരിശുദ്ധം. അപ്പോൾ എന്റെ മനസ്സിൽ പല ചിന്ത വന്നു. അദ്ദേഹം പറഞ്ഞു, അച്ഛൻ ഈ വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് ഈ പ്രായത്തിൽ എത്രയോ ഇടങ്ങളിൽ ചുറ്റി സഞ്ചരിക്കുന്നു. 15,000 പേരുടെയും തലയിൽ കൈവച്ചു പ്രാർത്ഥിച്ചു, 3,000 പേരുടെയും തലയിൽ കൈവച്ചു പ്രാർത്ഥിച്ചു ഈ വയ്യാത്ത അവസരത്തിൽ. അതുകൊണ്ടാണ് കാല് ഞാൻ മുത്തിയത്. അപ്പോൾ എന്റെ മനസ്സിൽ വന്ന വചനം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ എളിമയുടെ നെല്ലിപ്പല കണ്ടു. ഞാൻ പൊട്ടിക്കരഞ്ഞു. പിതാവ് വേണ്ട, എന്നെ മുത്തരുത് എന്ന് പറഞ്ഞിട്ടും പുള്ളി സമ്മതിച്ചില്ല. അടുത്തുണ്ടായിരുന്ന എന്റെ സംഘാടകരെല്ലാം സ്തംഭിച്ചുപോയി. അവരൊരിക്കലും അദ്ദേഹത്തിൽ നിന്ന് അത് പ്രതീക്ഷിച്ചുമില്ല. പ്രിയപ്പെട്ട, ഞാൻ വലിയവനായിട്ടോ എനിക്ക് നന്മയുണ്ടായിട്ടോ പറയാം, ഞാനൊരു പാപിയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ അവിടുന്ന് വിഷമിച്ചു പോയത്. അതായത് ഒരു ആർച്ച് ബിഷപ്പ് മെത്രാപ്പോലീത്ത വന്ന് എന്റെ കാലിൽ വീഴുക എന്ന് പറഞ്ഞാൽ എനിക്ക് ചിന്തിക്കാനോ അനുമാനിക്കാനോ സാധ്യമല്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ വായിക്കുന്നുണ്ടല്ലോ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 10-ാം അധ്യായത്തെ രക്ഷയെക്കുറിച്ച്, ഹൃദയത്തിൽ യേശുക്രിസ്തു മരിച്ചുത്ഥാനം ചെയ്ത് വിശ്വസിച്ച് അധരം കൊണ്ട് ഏറ്റുപറയുന്നവൻ രക്ഷ പ്രാപിക്കും എന്ന് പറയുന്ന ആ വചനഭാഗം നിങ്ങൾക്ക് അറിയാവുന്നത് ആണ്. എങ്കിലും ഞാൻ അത് പറയുകയാണ്. യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. എന്നാൽ തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? ഒരിക്കലും കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗകനില്ലാതെ എങ്ങനെ കേൾക്കും? അയക്കപ്പെടുന്നില്ലെങ്കിൽ എങ്ങനെ പ്രസംഗിക്കും? സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം എന്നാണല്ലോ എഴുതപ്പെട്ടിരിക്കുന്നത്. യെശയ്യാ പ്രവാചകൻ പറഞ്ഞ വചനമാണ് ഇവിടെ പൗലോസ്ലീഹ പറയുന്നത് എന്ന് നമുക്കറിയാം. 10-ാം അധ്യായം റോമാക്കാർക്ക് ലേഖനം 10-ാം അധ്യായം 14-15. പ്രിയ വചന പ്രഘോഷകരെ, എനിക്ക് ഇവിടെ പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഇതാണ്. നിങ്ങളുടെ പാദങ്ങൾ വിശുദ്ധമായിരിക്കട്ടെ. ഹല്ലേലൂയ. അത് വിശുദ്ധിയിൽ സൂക്ഷിക്കണം. കാലുകൾ എന്തിനുള്ളതാണ്? ആ കാലുകൾ ആരെയും ചവിട്ടാനും തൊഴിക്കാനും തിന്മയുടെ വഴിയിലൂടെ സഞ്ചരിക്കാനുമുള്ളതല്ല. ഒരു വചന പ്രഘോഷകന് പലപ്പോഴും തിന്മയുടെ വഴിയിലൂടെ നടക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. കാരണം എല്ലാ തരത്തിലുള്ള ജനങ്ങളെയും സന്ദർഭങ്ങളെയൊക്കെ ഇടപെടുന്ന ഒരു വ്യക്തിയാണ്. അവിടെ ഒരു വശമെങ്കിൽ കാണാൻ സാധിക്കും, ചില ജഡിക പാപങ്ങൾക്ക് വേണ്ടിയുള്ള ജഡിക മുഖങ്ങൾ വന്നു വരാം. ഒരു വശമെങ്കിൽ ദ്രവ്യാസക്തി കടന്നു വന്നു വരാം. മ്ലേച്ഛ അഭിലാഷങ്ങൾ വന്നു വരാം. അതുപോലെ തിന്മ ചെയ്ത് ഏതെങ്കിലും
ഒരു പക്ഷെങ്കിൽ കള്ളം പറഞ്ഞ് കള്ളസാക്ഷ്യങ്ങളൊക്കെ മെനഞ്ഞു പറഞ്ഞ് കുറെ പൈസ ഉണ്ടാക്കാം, ധനമുണ്ടാക്കാം എന്നൊക്കെ ചിന്തിക്കുന്ന വഴികൾ കാണും. അത് ഒരു വചന പ്രഘോഷകന് പാടില്ല എന്ന് ഞാൻ പറയും പച്ചക്ക്. ആരെയും ചവിട്ടാനും കൊല്ലാനും വേദനിപ്പിക്കാനുമുള്ള നടപ്പായിരിക്കരുത് നിന്റെ നടപ്പ്. പിന്നെ എന്താണ്? ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന് സകല ശത്രുക്കളുടെയും മേൽ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ വായിക്കുന്നുണ്ട് ലൂക്കാ എഴുതിയ സുവിശേഷം 10:19. അപ്പോൾ ഈ അധികാരമാണ് ഓരോ വചനപ്രഘോഷം ഉള്ളത്. അവന്റെ കാലിന്റെ ബലം നോക്കിക്കോണം. തിന്മയെ ചവിട്ടി നടക്കാൻ, അതിനെ ചവിട്ടി മേടിക്കാൻ. നമ്മൾ അമലോത്ഭവമാതാവിന്റെ രൂപം കാണാറില്ലേ? പിശാചിന്റെ തലയെ ചവിട്ടിക്കൊണ്ട് നിൽക്കുന്നമാരാണ്. അപ്പൊ നമ്മൾ യേശുവിനോട് ചേർന്നുകൊണ്ട്, മാതാവിനോട് ചേർന്നുകൊണ്ട് തിന്മയുടെ തലയെ തകർക്കേണ്ടവരാണ്. അപ്പം നമുക്കറിയാം വചനപ്രഘോഷകർ നമുക്ക് പിശാചിനെ ബഹിഷ്കരിക്കാനുള്ള അനുഗ്രഹം വരെ ഉണ്ട് എന്നുള്ളത്. പ്രിയമുള്ള, കാലിന്റെ പ്രസക്തിയെപ്പറ്റി ബൈബിളിൽ ഉടനീളം കാണാൻ പറ്റും. പഴയ നിയമത്തിൽ 162 തവണ കാലിന്റെ പാദത്തെപ്പറ്റി പറയുന്നുണ്ട്. പുതിയ നിയമത്തിൽ 75 തവണ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വചനപ്രഘോഷകരെ എന്നും രാവിലെയും വൈകിട്ടും പലതവണയും ആ മുറിവുട്ട യേശുവിന്റെ കാലിലെ ആ ആണിപ്പഴുതുകളിൽ മുത്തണം. ആ രക്തത്തിൽ കഴുകണം നിന്റെ കാലുകൾ. കാല് കഴുകുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മുഴുവനും ശുദ്ധീകരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ യോഹന്നാൻ 13-ാം അധ്യായത്തിൽ കർത്താവായ യേശു ശിഷ്യരുടെ പാദങ്ങൾ കഴുകിയത്. വിശുദ്ധിയുടെ അടയാളമാണ്. അപ്പോൾ നമ്മുടെ പാദങ്ങൾ വിശുദ്ധമായിരിക്കണം. നമ്മൾ ഇതിലേ പോയാലും വിശുദ്ധമായ ഒരു നടപ്പായിരിക്കണം നമ്മൾ നടക്കേണ്ടത്. അത് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് അപ്രകാരം ദിവസവും ദൈവസ്നേഹത്തിൽ വിശുദ്ധിയിൽ നടക്കുവാനുള്ള ശക്തി തരുവാനായിട്ട് നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കണം. അതാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, എളിമ, സ്നേഹം, ബഹുമാനം, ഇതെല്ലാം മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കേണ്ടവരാണ്. നമുക്ക് അറിയാം മത്തായും മറിയവും യേശുവിന്റെ പാദങ്ങളിൽ ഇരുന്ന് വചനം കേട്ടുവന്ന്. അപ്പോൾ നമ്മൾ വചനം പ്രഘോഷിക്കുന്നത് ഒരു പക്ഷെങ്കിൽ അൽത്താരടുത്തോ അല്ലെങ്കിൽ പീഠത്തിൽ പിടിച്ചുകൊണ്ടൊക്കെ ആയിരിക്കാം. പക്ഷെ ആ ചുറ്റും നിൽക്കവൻ നമ്മുടെ പാദപീഠത്തിലാണ് കൂടിയിരിക്കുന്നത് എന്നോർക്കണം. അവിടെ നമ്മൾ വെളിച്ചമായിരിക്കണം, പ്രകാശിക്കണം, കൃപയിൽ ആയിരിക്കണം. അപ്പോൾ നമ്മുടെ വാക്കുകളെക്കാൾ അധികം, പ്രസംഗത്തെക്കാൾ അധികം ജീവിതം അവർ കാണാനിടയാകണം. അങ്ങനെയാണ് യേശുവിലേക്ക് അവരുടെ ആകർഷിക്കപ്പെടേണ്ടത്. അപ്പോൾ കർത്താവിന്റെ വചനം മക്കളെ ഒരിക്കലും, വചനപ്രഘോഷകരെ, വൈദികരെ, കന്യാസികളെ, തെരഞ്ഞെടുക്കപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് പറയുകയാണ്. 1 യോഹന്നാൻ നമ്മൾ വായിക്കുന്നുണ്ട് 2:26 അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടക്കുന്ന അതേ വഴിയാ നടക്കണം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു നടന്ന വഴി ഏതാണ്? നമുക്കറിയാം, ആ പുൽക്കൂട് മുതൽ കാൽവരി വരെ. അപ്പോൾ ആ നടപ്പ് എന്തൊരു നടപ്പായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കർത്താവായ യേശു എപ്രകാരം നന്മ ചെയ്തുകൊണ്ടാണ് ആ നടപ്പ് നടന്നത് എന്ന് നമ്മൾ അപ്പസ്തോല പ്രവർത്തനം അധ്യായം 10 അത് വായിക്കുന്നുണ്ട്. 18-ാം വചനം, അപ്പസ്തോല പ്രവർത്തനം അധ്യായം 10:38. നസറാനായ യേശുവിനെ പരിശുദ്ധാത്മാവിലും ശക്തിയാലും ദൈവം അഭിഷേകം ചെയ്തുവെന്നും അവൻ എപ്രകാരം നന്മ പ്രവർത്തിച്ചുകൊണ്ടും പിശാചിനാൽ പീഡിപ്പിക്കപ്പെട്ടവരെ സുഖപ്പെടുത്തിക്കൊണ്ടും ചുറ്റി സഞ്ചരിച്ചുവെന്ന് നിങ്ങൾക്ക് അറിയാം. ദൈവം അവനോടുകൂടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ആ ബോധ്യം ഉണ്ടായിരിക്കണം, യേശു എന്റെ കൂടെയുണ്ട്. ഞാനും ചുറ്റി സഞ്ചരിക്കണം. അതിനാണ് ലോകം മുഴുവൻ പോയി പ്രസംഗിക്കാൻ കർത്താവ് പറഞ്ഞത്. ലോകമെങ്ങും പോയി പ്രഘോഷിക്കാനാണ് പറഞ്ഞത്. കാരണം വേറൊരുത്തൻ ചുറ്റും നടപ്പുണ്ട്. അവനാണ് പ്രലോഭകനായ പിശാചും. അവനും ചുറ്റും അടക്കുകയാണ് എപ്രകാരം ആളുകളെ വശീകരിച്ച് തിന്മയിലൂടെ നരകത്തിലേക്ക് കൊണ്ടുപോകാമെന്ന്. ഇവിടെയാണ് ഒരു വചനപ്രഘോഷകന്റെ ആ ജീവിതത്തിന്റെ പ്രസക്തി നമ്മൾ കാണുന്നത്. ഇനി നമുക്കറിയാം, നടന്നു പോകേണ്ടത് വിശാലമായ വഴിയിലൂടെ അല്ല മക്കളെ. പിന്നെയോ ഒരു പക്ഷെങ്കിൽ ഇടുങ്ങിയ വഴിയാണ്.
മത്തായി എഴുതിയ സുവിശേഷം 7:13 അത് പറഞ്ഞിട്ടുണ്ട്. വിനാശത്തിന്റെ വഴികൾ വിശാലമാണ്. അവിടെ കള്ളുണ്ട്, അവിടെ മൊബൈലിന്റെ അടിമത്തമുണ്ട്, അവിടെ എല്ലാ തിന്മകളും, എല്ലാ നേച്ചറും, എല്ലാ സുഖഭോഗങ്ങളും, തീറ്റയും കുടിയും എല്ലാം ഉണ്ട്. അതാണ് വിനാശത്തിന്റെ വിശാല വഴി. എന്നാൽ ജീവനിലേക്കുള്ള വഴി ഇടുങ്ങിയതാണ്. അത് പ്രാർത്ഥനയുടേതാണ്, ആ ത്യാഗത്തിൻ്റെതാണ്, ഒരു നേരത്തിന്റെ, അല്ലെങ്കിൽ ഉപവാസത്തിന്റെ, അല്ലെങ്കിൽ നല്ലതൊക്കെ ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം, ഇടുങ്ങിയ ജീവിതം, സഹനത്തിന്റെ ജീവിതം, വേദനയുടെ ജീവിതം ആണ്. ഇവിടെ നമ്മൾ മടിയന്മാരോ മനോഷ്ണരോ തണുപ്പന്മാരോ ആയിരിക്കരുത്. ഹല്ലേലൂയ. കർത്താവ് വായിൽ തുപ്പിക്കളയും. വെളിപാട് പുസ്തകം 3:15. അവിടെ വചനപ്രഘോഷകർ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കണം, ഡൈനാമിക് ആയിരിക്കണം. എത്ര നിങ്ങളുടെ പ്രായമോ ശാരീരോഗമോ ബുദ്ധിമുട്ടൊന്നും നിങ്ങളെ ഒരിക്കലും ബലഹീനരാകാൻ പറ്റില്ല. നിങ്ങളുടെ എല്ലാ ബലഹീനതകളിലും പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കുന്നു. റോമ 8:26. ഞാൻ ബലഹീനനാന്ന് ഒരിക്കലും പറയല്ല, ചിന്തിക്കുകയായിരുന്നു. എപ്പോഴും ബലം, പരിശുദ്ധാത്മാവിന്റെ ബലം. നമുക്കറിയാം 1:8 അപ്പസ്തല പ്രവർത്തനം പറഞ്ഞത്, പരിശുദ്ധാത്മാവ് നിന്റെ മേ കടന്നു വരുമ്പോൾ നീ ശക്തി പ്രാപിക്കും. ജെറുസലമിലും സമറിയായാലും ജൂഡിയായാലും എല്ലായിടത്തും പ്രസംഗിക്കും. ഹല്ലേലൂയ. സാക്ഷിയാകും. നീ ഒരു സാക്ഷിയാണ് വചനപ്രഘോഷക. ഓർക്കണം, അവിടെ ഈ ശക്തി നീ അനുഭവിക്കണം. ബലഹീനത അവിടെ സ്ഥാനമില്ല. ഈ ബലഹീനത കൊണ്ട് ആരാന്നറിയാമോ? പിശാച്. അയ്യോ എനിക്ക് വയ്യ, എനിക്ക് വേദനയാണ്, എനിക്ക് സൂക്കേടാണ്, എനിക്ക് ഇരിക്കാൻ മേല, എനിക്ക് വയറ്റിൽ അസുഖമാണ്, ഇങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ട് കർത്താവിൽ നടക്കാത്തവർ, അതായത് ഇടുങ്ങിയ വഴിയിലൂടെ നടക്കാത്തവർ ധാരാളം പേരുണ്ട്. അത് ആകരുത്. നമ്മൾ തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കണം. നമ്മൾ അതും വായിക്കുന്നുണ്ടല്ലോ റോമ 12:11. തീഷ്ണതയിൽ മാന്യം കൂടാതെ പരിശുദ്ധാത്മാവിൽ ജ്വലിക്കണം. ഹല്ലേലൂയ. കർത്താവിന്റെ ശക്തി നമുക്ക് തരും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഒരു കാര്യം ഹെബ്രായക്കാർക്ക് ലേഖനത്തിൽ വളരെ മനോഹരമായിട്ട് എഴുതിയിരിക്കുന്ന പോലെ, കർത്താവ് ദൈവമാണ് എന്റെ ബലം, കലമാന്റെ പാദങ്ങൾക്കെന്ന പോലെ അവിടുന്ന് എന്റെ പാദങ്ങൾക്ക് വേഗത നൽകി. ഉന്നതങ്ങളിൽ അവിടുന്ന് എന്നെ നടത്തുന്നു ഉന്നതങ്ങളിലേക്ക്. ഹബക്കുക്ക് 3:19. ഹെബ്രായരല്ല, ഹബക്കുക്ക്. നമുക്കറിയാം, പറയാണ് കലമാന്റെ പാദം. അത് വലുതാണ്, ചെറുതാണ്, പക്ഷെ ശക്തിയാണ്. ഓട്ടും. ഏത് ശത്രു വന്നാൽ എന്തൊരു ഓട്ടം ഓടുന്നറിയോ? ജിൽ എന്നും പറഞ്ഞ് ഓടും. അപ്പോ ആ കർത്താവിന്റെ ബലത്തിൽ കലമാന്റെ പാദങ്ങളുള്ളവരായിട്ട് നമ്മൾ നടക്കേണ്ടവരാണ് എന്ന് വളരെ പർവ്വതം ആരോഹണം ചെയ്യണം. പർവ്വതാരോഹണം ചെയ്യുന്നവരാണ്. ആ സ്വർഗത്തിലേക്ക് പോകുന്നത് ഒരു പർവ്വതാരോഹണമാണ്. ദൈവം മുകളിലാണെന്നാണ് നമ്മളെല്ലാം പറഞ്ഞാല്. അപ്പൊ ഹിമാലയം കരുന്നുപോലെ ഈ കാലിന് ബലമുണ്ടെങ്കിൽ നമുക്ക് സ്വർഗമാകുന്ന ഹിമാലയത്തിലേക്ക് കയറാൻ പറ്റും. ഈ ശക്തി നമ്മൾ സംഭരിച്ച് വിശുദ്ധ കാലുകളിലൂടെ, വിശുദ്ധ അധരങ്ങളുടെ, വിശുദ്ധ കൈകളിലൂടെ, വിശുദ്ധ ജീവിതത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകണം. ഒരു ഇടയ്ക്കൊക്കെ വീഴ്ചകൾ വന്നേക്കാം. അവിടെ കർത്താവിനെ വിളിക്കൂ. നമുക്ക് പത്രോസ്, സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പ, വീണു. എന്നാ കർത്താവ് കൈ കൊടുത്തു. ആ കടലിലേക്ക് മുങ്ങിയപ്പോഴത്തെ പോലെ വിശ്വാസം ക്ഷയിച്ചപ്പോഴാണല്ലോ ഒരു ചെറിയ കാറ്റുണ്ടായപ്പോഴേ പാടെ പേടിച്ചതും വെള്ളത്തിൽ പോയതുമല്ല. അല്ലെങ്കിൽ മുകളിൽ നടക്കാമായിരുന്നു. അവൻ ആ വെള്ളത്തിന് മുകളിലൂടെ നടന്നു. അതുപോലെ വചനപ്രഘോഷകരും വെള്ളത്തിന് മുകളിലൂടെ നടക്കേണ്ടവരാണ്. പക്ഷെ വീണു പോകുന്നവൻ കാരണം എന്ത്? യേശുവിന്റെ കൈക്ക് പിടിക്കുന്നില്ല. ഹല്ലേലൂയ. യേശുവിന്റെ കാലിനോട് ചേർത്ത് വെക്കുന്നില്ല നമ്മുടെ കാലുകൾ. അപ്പം ഉയരങ്ങളിലേക്ക്, സ്വർഗത്തിലേക്ക് നമ്മൾ പോകണമെങ്കിൽ കർത്താവിന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് പോകണം. ഇല്ലെങ്കിൽ നമ്മൾ 1 പത്രോസ് 3:22 പറയുന്ന പോലെ കുളിച്ച പന്നി വീണ്ടും വീണ്ടും ചെളിക്കുഴിയിൽ കിടന്നുരുളുന്നു. ഹല്ലേലൂയ. അതായത് നമ്മൾ ശുദ്ധീകരിക്കുന്നു, കുമ്പസാരിക്കുന്നു, ഇതെല്ലാം ചെയ്യുന്നു, വചനം പ്രഘോഷിച്ച് വീണ്ടും ചെളിക്കുണ്ടിലേക്ക് പോകുന്നു, പന്നിയെപ്പോലെയെന്ന്. കുളിച്ച പന്നി വീണ്ടും ചെളിക്കുഴിയിൽ വീണ് ഉരുളുന്നു എന്ന്. അതായിരിക്കരുത്. ഇവിടെയാണ് നമ്മുടെ വിളി ഉറപ്പിക്കണം. നമ്മുടെ കർത്താവ് യേശു പറയുന്നുണ്ട്, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ ഉത്സുകരായിരിക്കുവിൻ, എങ്കിൽ നിങ്ങൾ വീണു പോയില്ല.
അതെ പ്രിയമുള്ളവരെ, എപ്പോഴും ബോധ്യം ഉണ്ടായിരിക്കാൻ ഞാൻ ആരാണ്. ഞാൻ ഒരു അച്ഛനാണ്, ഞാൻ ഒരു കന്യാസിയാണ്, ഞാൻ ഒരു വചനപ്രഘോഷകനാണ്, ഞാൻ യേശുവിന്റെ ശിഷ്യനാണ്. ഈ ബോധ്യം നഷ്ടപ്പെടുന്ന ഒരു നിമിഷം പോലും 24 മണിക്കൂറിലും അത് ഉള്ളിലുണ്ടായിരിക്കണം. 365 ദിവസവും അത് മനസ്സിലുണ്ടായിരിക്കണം. ചായക്കടയിൽ പോകുമ്പോഴോ കല്ലുകടയിൽ പോകുമ്പോഴോ മാറ്റി വെച്ചായിരിക്കാൻ പറ്റത്തില്ല. അവധിക്ക് പോകുമ്പോഴോ ഭാര്യ അറിയാതെ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ മക്കളറിയാതെ പോകുമ്പോഴോ ഒക്കെ ഒന്ന് സുഖിക്കാമെന്ന് ചിന്തിക്കുക. അത് പാടില്ല. അത് നമ്മൾ വീണ്ടും ചെളിക്കുണ്ടിലേക്കുള്ള പോക്കാണ്. അപ്പൊ എന്റെ വിളി എന്താണ്? എന്റെ വിളി അവിടുത്തോടുകൂടി ഒന്നായിത്തീരാൻ. റോമ 8:29 അവിടുത്തെ സദൃശ്യത്തോടുകൂടി ഒന്നായിത്തീരാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. ടു ബി ലൈക്ക് ജീസസ്, യേശുവിനെ പോലെ ആകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് ഒരു ക്രിസ്ത്യാനിയും പ്രത്യേകിച്ച് വചനത്തിനായിട്ട് ജീവിതം മാറ്റിവെച്ചിരിക്കുന്നത്. മറ്റുള്ളവരെ വിശുദ്ധിയിലേക്ക് നയിക്കുന്ന ഉപകരണങ്ങളാകാനായിട്ട് തീരുമാനിച്ചവർ അത് ചെയ്യേണ്ടത്. നിശ്ചയമായിട്ടും എതിരായിട്ടുള്ള പിശാചിന്റെ പ്രലോഭനങ്ങൾ വരും. അവിടെയാണ് അത് നമ്മൾ ഹൃദയത്തിൽ പ്രാർത്ഥനയിലൂടെയും ദൈവസ്നേഹത്തിലൂടെയും കർത്താവിന്റെ പിന്നാലെ പോകാനുള്ള ഉറപ്പിൽ മുന്നോട്ട് പോകേണ്ടത്. അത് നമ്മൾ വായിക്കുന്നത് പോലെ ഹെബ്രായ 12:12 വായിക്കുന്നത് പോലെ, അതിനാൽ തളർന്ന കൈകളെയും ബലമില്ലാത്ത കാൽമുട്ടുകളെയും ശക്തിപ്പെടുത്തുവിൻ, മുടന്തുള്ള പാദങ്ങൾ ചന്തിവിട്ട് ഇടറിപ്പോകാതെ സുഖപ്പെടുത്തുവാൻ തക്കവിധം അവയ്ക്ക് നേർവഴി ഒരുക്കുവിൻ. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ആ ശക്തിയിൽ മുന്നോട്ട് പോകാൻ കഴിയും. നമുക്ക് നമ്മുടെ പാദങ്ങളുടെ മഹനീയത മനസ്സിലാക്കുക, നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെയും മനസ്സിലാക്കുക. കർത്താവിന്റെ വചനം ഓർക്കുക, നീ ദൈവത്തിന്റെ ആലയമാണ്, നിന്റെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക. 1 കൊരിന്ത്യർ 6:20. അപ്പോൾ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി നല്ലൊരു ജീവിതം കഴിക്കുമ്പോൾ നിശ്ചയമായിട്ടും ജനങ്ങൾ ഇത് കാണും, മനസ്സിലാക്കും. അതാണ് വചനത്തിലേക്ക്, കർത്താവിലേക്ക് ജനങ്ങളെ അടുപ്പിക്കുന്നത്. ശക്തമായ വചനപ്രഘോഷത്തെക്കാളും എന്റെ വചനപ്രഘോഷമൊന്നും ശക്തമല്ല, നിങ്ങൾക്കറിയാം. എനിക്ക് ഭാഷ പോലും അറിയത്തില്ല. മറ്റുള്ളവരൊക്കെ എന്റെ ഭാഷ തർജ്ജമ ചെയ്യുകയാണ്. എങ്കിലും ഞാൻ കഴിവതും പരിശ്രമിക്കുന്നു. ഞാൻ പുണ്യവാനാന്ന് പറയല്ല കേട്ടോ, എന്നെ നിങ്ങൾ അങ്ങനെ കാണരുത്, ഞാൻ അങ്ങനെ എന്റെ മഹത്വം പറയാണെന്ന് അല്ല. എന്നാലും എന്റെ ജീവിതത്തിൽ ഞാൻ സഹനങ്ങൾ സഹിച്ചുകൊണ്ട് പോകുന്നത്, ഈ വീൽ ചെയറിൽ ഇരുന്നു കൊണ്ടും സന്തോഷവാനായിട്ട് പോകുന്നത്, ഒരു കംപ്ലൈന്റ് ഒന്നും ഇല്ലാതെയും ആരെയും പഴിക്കാതെയും കുറ്റപ്പെടുത്താതെയും പോകുന്നതും, ഇത്രയും പേർ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും അവരുടെ ആവശ്യങ്ങൾ കേൾക്കുകയും അവർക്കെല്ലാം കത്തെഴുതുകയും മറുപടി കൊടുക്കുകയും എല്ലാം ചെയ്യുന്നത് നിശ്ചയമായിട്ടും വലിയ മാതൃകയാണ്. പ്രസംഗം ഒരു ബിസിനസ് അല്ല. വചനപ്രഘോഷണം ഒരിക്കലും ഒരു ബിസിനസ് അല്ല. പക്ഷെ ചിലരൊക്കെ തൊഴിലാക്കി ബിസിനസ്സാക്കി മാറ്റിയിട്ടുണ്ടെന്ന വേദനയോടെ പറയേണ്ടിയിരിക്കുന്നു. അത് പാടില്ല. യേശുവിന്റെയുള്ള പിന്നാലെ പോക്കാണ്. ആ പോക്കിൽ ധാരാളം പേരെ വലയിലാക്കുക. ഞാൻ നിന്നെ മനുഷ്യനെ പിടിപ്പിക്കുന്നവനാക്കാമെന്നല്ലേ കർത്താവ് പറഞ്ഞത്. അപ്പൊ വലയുണ്ടായിരിക്കണം, വല നല്ലതായിരിക്കണം, കീറിയ വല ആയിരിക്കരുത്, മുഷിഞ്ഞതും ആയിരിക്കരുത്. ആ വല വച്ച് വീശി ആളുകളെ കർത്താവിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ പ്രിയമുള്ളവരെ, അങ്ങനെ മുക്കവന്മാരായി തീരുക എന്ന് പറയും. മുക്കവന്മാരെ അറിയണമെങ്കിൽ നിങ്ങൾ കടക്കരയിൽ പോകണം. ആ കൊല്ലത്തോ തിരുവനന്തപുരത്തൊക്കെ പോയാൽ കാണാൻ സാധിക്കും. ആ മുക്കവ ക്രിസ്ത്യാനികളുടെ ദൈവത്തുള്ള വിശ്വാസത്തിന്റെ ഉറച്ചു നിൽപ്പ്. ആരെല്ലാം വന്നാലും യേശുവിന്റെ വിശ്വാസത്തിന് വ്യതിചലിപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ടാണ് മുക്കവന്മാരെ തെരഞ്ഞെടുത്ത കർത്താവ്. ഹല്ലേലൂയ. എന്തെല്ലാം വന്നാലും, ഏതെല്ലാം പ്രലോഭനങ്ങൾ ഉണ്ടായാലും, മറ്റ് മതസ്ഥരോ മറ്റ് പിശാചാരാധകരോ എന്തെല്ലാം സ്വർണം തരാം വെള്ളി തരാം എന്നൊക്കെ പറഞ്ഞു വന്നാലും ഒരു മുക്കോ ക്രിസ്ത്യാനി ഒരിക്കലും കർത്താവിനെ ഉപേക്ഷിക്കില്ല. അല്ലെങ്കിൽ തല പോയാലും. പ്രിയപ്പെട്ടവർ, ഇതായിരിക്കണം അത് നമുക്കും യേശുവിന്റെ പിന്നാലെയുള്ള പോക്കിൽ ഉണ്ടായിരിക്കേണ്ടത്. അതുകൊണ്ട് പ്രിയ വചനപ്രഘോഷകരെ, ഞാൻ ഈ ചെറിയ വീഡിയോ നിർത്തുകയാണ്. എനിക്കൊണ്ട് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഒരു മഹാനായ ഒരാള്, ഒരു മെത്രാപ്പോലീത്ത എന്റെ കാലുമുത്തി എന്ന് പറഞ്ഞത് എന്നെ പ്രശംസിക്കാൻ ഞാൻ പറഞ്ഞതല്ല മക്കളെ. എത്രമാത്രം ആളുകൾ നമ്മുടെ പാദത്തിലേക്ക് നോക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതചര്യയിലേക്ക് നോക്കുന്നു. വെറും പുറമേയുള്ള കാലല്ല ഇവിടെ പ്രധാനപ്പെട്ടത്. കാല് സൂചിപ്പിക്കുന്നത് നടപ്പാണ്. നല്ല വഴിയെ നടക്കുന്നു. യേശുവിന്റെ പിന്നാലെ ഞാൻ പോകുവാനാത്മാവിൽ തീരുമാനം ചെയ്തുമേലിൽ
പിന്നിലേക്കിൽ അല്പവും യേശുവിന്റെ പിന്നാലെ ഞാൻ പോകുവാനാത്മാവിൽ തീരുമാനം ചെയ്തുമേലിൽ പിന്നിലേക്ക് അല്പവും. അങ്ങനെ നമുക്ക് പുറകോട്ട് തിരിഞ്ഞു നോക്കാതെ കഥ പറഞ്ഞില്ലേ, കൽപ്പയിൽ കൈവച്ചവൻ തിരിഞ്ഞു നോക്കരുതെന്ന് മുന്നോട്ട് തന്നെ പോകണം. അത് പ്രാർത്ഥനയിലൂടെ, വിശ്വാസത്തിലൂടെ, ദൈവസ്നേഹത്തിലൂടെ, കൂരാശകളിലൂടെ, തിന്മയ്ക്ക് യാതൊരു തിന്മയുടെ വഴിയിൽ ഒരിക്കലും പോകാതെ അനുഗ്രഹം നിങ്ങൾക്ക് തരട്ടെ. പ്രാർത്ഥിക്കുന്നു. ഒരു മൂത്ത ജ്യേഷ്ഠ സഹോദരനായ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വചനപ്രവർത്തകർക്കും വൈദികർക്കും സന്യാസികൾക്കും ഇങ്ങനെ കഥാവിനെ നയിച്ചുകൊണ്ടുപോകുന്ന എല്ലാവർക്കും പ്രാർത്ഥനാ ഗ്രൂപ്പ് ഇങ്ങനെ ഒത്തിരി പേരുണ്ട്. എല്ലാ ക്രിസ്ത്യാനിയും തന്നെ കർത്താവിന്റെ ശിഷ്യരാണ്. ആ ശിഷ്യത്വത്തിലേക്ക് ഒളിക്കപ്പെട്ട നിങ്ങൾ അങ്ങനെ ആയിരിക്കട്ടെ. നല്ല വഴിയിലൂടെ നടക്കേണ്ടവർ കണ്ണുകൾ ശാന്തമായി അടയ്ക്കൂ. ഞാൻ നിങ്ങളെ ആശീർവദിക്കാം. കർത്താവ് ഒരു ചെറിയ വീഡിയോ ഞാൻ സന്ദർഭോചിതമായിട്ട് പറയാനിടയായി. എന്നെ എളിമപ്പെടുത്തി എന്നെ കരയിപ്പിച്ച രംഗമായിരുന്നു ആ കാലുമുത്തൽ. എന്റെ ജീവിതത്തിൽ ആരും എന്റെ കാലുമുത്തിയിട്ടില്ല അങ്ങനെ. കാരണം പ്രസവ വ്യാഴാഴ്ചയൊന്നും ഞാൻ ഒരിടത്തും ഇരുന്ന് കൊടുത്തിട്ടില്ല, ചെറുപ്പമായിരുന്നപ്പോഴും പിന്നീടും. പ്രിയപ്പെട്ട ഈശോയെ, ആ കാര്യം ഈ മക്കളോട് ഞാൻ പങ്കുവെക്കുകയായിരുന്നു. എങ്ങനെ ഒരു ക്രിസ്ത്യാനിയുടെ പാരം വിശുദ്ധ വഴിയിലൂടെ നടക്കണം, അതിൽ കൂടുതലായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ആളിന്റെ കാലുകൾ. കഥാവെ, അതിനുള്ള അനുഗ്രഹം എന്റെ വചനപ്രഘോഷകർക്കും വൈദികർക്കും സഹവൈദികർക്കും കന്യാസികൾക്കും സമർപ്പിക്കപ്പെട്ടവർക്കും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരും സമർപ്പിക്കപ്പെട്ടവരാണല്ലോ. ഒരപ്പന്റെ കാലുകൾ വിശുദ്ധമായിരിക്കട്ടെ, അമ്മയുടെ കാലുകളും വിശുദ്ധമായിരിക്കട്ടെ. ഒരു കന്യാസിയുടെയും അച്ഛന്റെയും വചനം പ്രഘോഷിച്ച അത്ഭുതങ്ങളും അടയാളങ്ങൾ ചെയ്യുന്നവരുടെയും കാലുകൾ നേരെ ചൊവ്വയെ നല്ല വഴിയിലൂടെ നടക്കുന്നതായിരിക്കട്ടെ. എന്നും കർത്താവിന്റെ പാദങ്ങളിൽ അവരുടെ പാദങ്ങൾ വെച്ചുകൊണ്ട് ആ രക്തത്തിൽ കഴുകി ശുദ്ധീകരിച്ച് നടക്കുവാനിടവരട്ടെ. ആ കാലുകളെല്ലാം ബലപ്പെടുത്തണമേ. ആ കാലുകൾ ബലപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അവരെ ബലപ്പെടുത്തുകയാണ്. പരിശുദ്ധാത്മാവെ കടന്നു വരൂ, ശക്തിയായി കടന്നു വരൂ. അവരുടെ സ്ഥലത്തും ചുറ്റുപാടും ലോകം മുഴുവനും യേശുവിന്റെ പ്രകാശം കൊടുക്കുവാൻ, യേശുവിന്റെ സുവിശേഷം പ്രഘോഷിക്കുവാൻ പാദങ്ങളെ സുന്ദരമാക്കൂ, വിശുദ്ധീകരിക്കൂ, ശക്തമാക്കൂ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.